ഹലോ, വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ളോഗ്സ്. നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനിപ്പോൾ എവിടെയുള്ളത് എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട്ടാണ്. ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട്ടുള്ള ഗ്രാമം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. പാലക്കാട്ട് നിന്നും എൻ്റെ വീട് ചിറ്റൂരാണ്. ചിറ്റൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊല്ലങ്കോട് എന്ന സുന്ദരമായ ഗ്രാമത്തിലോട്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ വരുമ്പോൾ തന്നെ വിശാലമായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ, പിന്നെ ഒരുപാട് ഇതിൻ്റെ പേരാണ് കുടിലിടം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര്. പിന്നെ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലുള്ള കുതിരവണ്ടി, പിന്നെ പണ്ട് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊല്ലങ്കോടിൻ്റെ മാസ്മരിക സൗന്ദര്യം കുറച്ച് ആസ്വദിക്കാം. കൊല്ലങ്കോട് ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഈ ഒരു കുടിലിടം. കൊല്ലങ്കോട്ട് നിന്ന് മുതലമടിക്ക് പോകുന്ന വഴി നമുക്കത് കാണാൻ പറ്റും. നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു വഞ്ചിയാണ്, തോണിയെന്നും പറയാം. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വഞ്ചിയാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ മുളകളുണ്ടാക്കിയ കുറച്ച് നടപ്പാലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടന്ന് നേരെ പോകുന്നത് കുറേ കുടിലുകളുണ്ട്. കുടിൽ എന്ന് പറയാൻ പറ്റില്ല, കുടിലിടം. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് വന്നിരുന്ന് സംസാരിക്കും. ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതിയായിട്ട് നമുക്ക് വളരെ ഇണങ്ങി ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുടിലിടം. ഇവിടെ പാസ് ഉണ്ട് കേട്ടോ, 20 റുപ്പീസാണ് അവർ വാങ്ങിക്കുന്നത്. നമുക്ക് എത്ര സമയം വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് കൊല്ലങ്കോട് ഇന്ത്യയിലെ സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നായതെന്ന്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന നെൽവയലുകളാണ് ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് ആയ സംഭവം തന്നെ. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം റാന്തൽ വിളക്ക്, കുടിലിടം, അതുപോലെ തന്നെ തോണി, വഞ്ചി. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. എനിക്ക് തോന്നുന്നു ഇത്രമാത്രം പാടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല, അതായത് കേരളത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കൊല്ലങ്കോട് കാണാൻ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും വരാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവായിട്ട് കാണുന്നത്. പക്ഷേ ഓണം വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് പേര് വന്ന് പോയിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. നമുക്കിവിടെ പാസ് ഉണ്ട്, 20 റുപ്പീസാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ചാർജ്.
അങ്ങനെ കുടിലെടുത്ത കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ മുതലമടയിലുള്ള ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ കൊല്ലംകോട്ട് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത ശേഷം ഞങ്ങളിപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട സിനിമ ആടുജീവിതം, അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ വെട്ടം, ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വരുമ്പോൾ അധികം തിരക്ക് ഫീൽ ചെയ്യാറില്ല. ഡെയിലി ഒരു ട്രെയിൻ മാത്രമേ ഇവിടെ സർവീസ് നടത്താറുള്ളൂ, തിരുച്ചെന്തൂർ എക്സ്പ്രസ്. അത് രാവിലെ 7 മണിക്കാണ് അതിൻ്റെ ടൈമിംഗ്. വൈകുന്നേരം ആ ട്രെയിൻ തിരിച്ച് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിൻ മാത്രമേ ഇവിടെ സർവീസ് നടത്താറുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാനൊരു പാലക്കാട്ടുകാരനായിട്ട് പോലും ഞാൻ മുതലമട റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരുപാട് നമ്മൾ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ട് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഒരു പ്ലേസ്. പക്ഷേ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൊല്ലംകോട് വരുന്ന സമയത്ത് കുടിലിടം, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഞാനൊന്നും കവർ ചെയ്യുന്നില്ല സമയത്തിൻ്റെ കുറവ് കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൊല്ലംകോട് കാഴ്ചകൾ. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊല്ലംകോട് കാഴ്ചകൾ. എൻ്റെ ചാനലിൽ കൊല്ലംകോട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നിങ്ങൾക്കറിയാം ചിങ്ങഞ്ചിറ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊന്നും കവർ ചെയ്യുന്നില്ല, അതെല്ലാവരും വന്ന് ഷൂട്ട് ചെയ്ത് പോയൊരു സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.